സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സിദ്ധാർത്ഥൻ സാറിൻ്റെ ഇടപെടൽ കാരണം നന്ദൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. നിരന്തരം കെവിനും ഇസബലിനെയും മാറി മാറി വിളിക്കുന്നുവെങ്കിലും നന്ദനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ചന്ദ്രോത്ത് വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ആരെയും കാണുന്നുമില്ല. വീട്ടിലെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അവരാണെങ്കിൽ വീട് മാറിയ കാര്യം ഇസബലിയോടോ കെവിനോടോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ കെവിന് നല്ല ടെൻഷനാകുന്നു. കെവിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഇസബലിനെയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഗംഭീരമായിട്ട് പോകൂ. ക്യാഷ് പരമാവട്ടെ മറ്റ് ഫിനാൻഷ്യൽ പൊളിറ്റിക്കൽ എല്ലാ കാര്യങ്ങളും ഇസബലിനെയും കൂടി അറിഞ്ഞാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇസബലിനെ പിണക്കാൻ ഒരു കാരണവശാലും കെവിനെയും കൊണ്ടാകില്ല. നിയമപരമായിട്ട് ഇപ്പോൾ പോലീസിൻ്റെ സപ്പോർട്ടോ സഹായമൊക്കെ വേണ്ട കാര്യങ്ങളിൽ പാപ്പനും ഒരുപാട് സഹായിക്കാറുണ്ട്. നന്ദനെ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസബല്ല ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത്. മാത്രമല്ല ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദേവികയും നന്ദനെയും അകറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഹോട്ടൽ റൂം എടുക്കുന്നതും അതൊരു വിഷയമാക്കി ചിത്രീകരിക്കുന്നതും. എന്തിനേറെ പറയുന്നു, സോഷ്യൽ മീഡിയയിൽ പോലും തൻ്റെ ഇമേജിന് കോട്ടം ഉണ്ടാകുമെന്ന് പോലും ഒരു ധാരണയില്ലാതെ നന്ദനുമൊത്തുള്ള അപവാദ പ്രചരണങ്ങൾക്ക് കൂടെ നിന്ന് ഒന്നും അറിയാത്ത കണക്ക് ആ ന്യൂസിനെ പബ്ലിസിറ്റി ചെയ്യുന്നതും ബെല്ല തന്നെയാണ്. എല്ലാം കൂടി നോക്കുമ്പോഴത്തേക്കും ബെല്ല ആകെ തകരും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഏത് വിധേനയും നന്ദനെ കണ്ടേ പറ്റൂ. എന്താണ് ഇടയ്ക്ക് നടക്കുന്ന പ്രശ്നം, അല്ലെങ്കിൽ എന്താണിപ്പോൾ സംഭവിക്കുന്നതെന്നുള്ള കാര്യം കണ്ടുപിടിച്ചേ പറ്റുമെന്ന് കെവിൻ തീരുമാനിക്കുന്നു. കെവിനെ സംബന്ധിച്ച് ആകെ ഒരു മാർഗം ശാരികയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുക എന്ന് മാത്രമാണ്. കാരണം ദേവികയോടോ സിദ്ധാർത്ഥൻ സാറിനോടോ പ്രഭാവതി മേഡത്തിനോടോ നന്ദനെ പറ്റിയുള്ള കാര്യങ്ങളും അതുമാത്രമല്ല ബെല്ലയെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല. ബെല്ലയെക്കുറിച്ചൊന്നും അധികം വിട്ട് ശാരിയോടായാലും പറയാറില്ല. എങ്കിലും നന്ദൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അതുപോലെ ദേവികയുടെയും നന്ദൻ്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്, അവർ തങ്ങളിലുള്ള പ്രശ്നം ഒത്തുതീർപ്പായോ വീണ്ടും ഒത്തുചേർന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കെവിനാണെങ്കിൽ ശാരികയെ വിളിക്കുന്നു. ശാരികയെ സംബന്ധിച്ചാണെങ്കിൽ മുമ്പത്തെ പോലെ ഇപ്പം കെവിനോട് അത്ര ദേഷ്യമൊന്നുമില്ല. ചേച്ചി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. നന്ദേട്ട ഒരു കൊലപാതകം ചെയ്തു. അതിന് മാനസിക സപ്പോർട്ടായിട്ടും നിയമപരമായിട്ടുള്ള സപ്പോർട്ടായിട്ടും ഒക്കെ കെവിനും ഇസബലിനും കൂടെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് രണ്ടുപേരും ഒരുമിച്ച് നടന്നതും ഹോട്ടൽ റൂം എടുത്തതും ഒക്കെ എന്നുള്ള കാര്യം കേട്ടതിന് ശേഷം ശാരികയ്ക്ക് ആ പഴയ ദേഷ്യമൊന്നും കെവിനോടില്ല. കാരണം കെവിനും ഇസബലിനും ചേർന്ന് ചതിക്കുവാണെന്നൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അപ്പം അവരൊരു സപ്പോർട്ടായിട്ട് നന്ദേട്ടനോട് നിന്നോട്ട് മാത്രമാണ് ഇപ്പോഴും നന്ദേട്ടൻ ജീവനോടെ ഇരിക്കുന്നതെന്നുള്ള കാര്യം കൂടി ചേച്ചി പറഞ്ഞതുകൊണ്ട് ഇപ്പം ഒരല്പം സോഫ്റ്റ് കോർണറൊക്കെ കാണിക്കുന്നുണ്ട് ശാരികയും. അപ്പം ശാരികയും ദേവികയും വീട്ടിലേക്ക് വന്ന് ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഒന്ന് ഫ്രഷ് ആകാനൊക്കെ വന്നതാണ്. അപ്പം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേവികയും അതുപോലെ ശാരികയും. അന്നേരമാണ് ഒരു കോള് വരുന്നത്. അപ്പം പെട്ടെന്ന് ദേവിക ശ്രദ്ധിക്കുന്നുണ്ട്, ശാരികയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. ശാരികയുടെ മുഖം മാറുന്നത് കണ്ടിട്ട്, എന്താ ശാരി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആരാ നിന്നെ വിളിക്കുന്നത്? അതെൻ്റെ ഒരു കൂട്ടുകാരിയാ, അച്ഛന് വയ്യെന്നുള്ള കാര്യം ഇടയ്ക്ക് വെച്ച് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പം അച്ഛൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുവാണെന്ന് തോന്നുന്നു. എന്നാൽ നീ പോയി അറ്റൻഡ് ചെയ്യ് എന്ന് പറഞ്ഞ് ദേവികയാണെങ്കിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. ദേവികയും നല്ല സങ്കടത്തിലാണ് നന്ദൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം. അങ്ങനെ മാറിപ്പോയി. ശാരികയാണെങ്കിൽ കോൾ എടുക്കുന്ന സമയത്ത് കെവിൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛനിപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ബോധം തെളിഞ്ഞു, ഇപ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ എന്തായാലും എനിക്ക് സമാധാനമായി. നന്ദനൊരു അബദ്ധം പറ്റിയതാ. പിന്നെ ഞാൻ മറ്റൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത്. നന്ദനെ പലതവണ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫാ. അങ്ങോട്ടേക്കും കാണാൻ വന്നിരുന്നോ? ഹോസ്പിറ്റലിലേക്കൊന്നും നന്ദേട്ടൻ വന്നില്ല. എന്താ അങ്ങനെ ചോദിക്കാൻ? അല്ല, എന്തായാലും ഞങ്ങളെ ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു തവണയെങ്കിലും വിളിക്കേണ്ട സമയം കഴിഞ്ഞു. ഇന്ന് ഇതുവരെ ഒന്നും വിളിച്ച പോലും ഇല്ല. അതറിയാൻ വേണ്ടിയിട്ടാ. ദേവിക ചന്ദ്രോത്തേക്കെങ്ങാനും ചെന്നോ? നന്ദനും ദേവിയും തമ്മിലുള്ള പ്രശ്നം ഒത്തുതീർപ്പായോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ ഇപ്പം കോംപ്രമൈസ് ആയി. ചേച്ചി ചന്ദ്രോത്ത് വീട്ടിലേക്ക് ചെന്നായിരുന്നു. എന്തിനാ അച്ഛനെ ഉപദ്രവിച്ചെന്നറിയാൻ. അപ്പോൾ ചേച്ചിക്ക് മനസ്സിലായി നന്ദേട്ടൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. എന്ത് കാര്യം തുറന്നു പറഞ്ഞെന്ന്? അത് ഒരബദ്ധം പറ്റിയതാണെന്നും വഴിയരികിൽ ആരോടോ വഴക്കുണ്ടായ സമയത്ത് അച്ഛൻ അബദ്ധത്തിൽ കയറി വന്നത് കാണാതെ അടിച്ചതാണെന്ന്. ഓ, അങ്ങനെയാണോ? അതോ വേറെന്തെങ്കിലും തുറന്നു പറഞ്ഞോ എന്ന് കെവിൻ അറിയാൻ വേണ്ടിയിട്ട് നൈസായി ചോദിക്കുന്നെങ്കിലും ശാരിക വിട്ടു പറയുന്നില്ല. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ചേച്ചി എന്തായാലും ഇപ്പോൾ നന്ദേട്ടനോടുള്ള പിണക്കമൊക്കെ മാറ്റി വെച്ചിരിക്കുക. നന്ദേട്ടൻ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞില്ലേ, പിന്നെന്തിനാ വിരോധം കാണിക്കുന്നേ? അത് കേട്ട് കെവിൻ കോള് കട്ട് ചെയ്യുന്നു. മാത്രമല്ല താൻ അറിഞ്ഞ കാര്യം ശാരിക പറഞ്ഞാണെന്ന് പറയാതെ തന്നെ ബെല്ലയെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ബെല്ല അത് കേട്ട് ആകെ കലി പിടിക്കുന്നുണ്ട്. എന്തർത്ഥത്തിലാ നന്ദൻ ദേവിയെ കണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത്? ഇനി അവൻ ഋഷിയുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടാകുമോ?
അങ്ങനെയാണെങ്കിൽ നന്ദനും ദേവികയും തമ്മിലുള്ള പ്രശ്നമെല്ലാം ഒത്തുതീർപ്പായെന്നല്ലേ പറയുന്നത്? അതിന് ഞാൻ അനുവദിക്കില്ല. ഒരിക്കലും അവനെ അവളെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കലി തുള്ളി നിൽക്കുന്നു. അപ്പം കെവിനാണെങ്കിൽ ഒരു വിധത്തിലാണ് ബെല്ലെ സമാധാനിപ്പിക്കുന്നത്. നന്ദനെ കാണാതെ നമുക്കൊന്ന് ഉറപ്പിച്ച് തീരുമാനിക്കാൻ പറ്റത്തില്ല. ഇനി നീ അറിഞ്ഞ ന്യൂസ് സത്യം തന്നെയാണോ? അവരിനി കള്ളോങ്ങാണം പറഞ്ഞതാണോ? ഇത്ര പെട്ടെന്ന് നന്ദനും ദേവികയും ഒന്നിക്കുമോ? അവളുടെ അച്ഛനെ ഇങ്ങനെ അപകടപ്പെടുത്തിയെന്നറിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞ ന്യൂസ് സത്യം തന്നെ ആയിരിക്കും. അവരുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ഒരാളെ ഞാൻ വിളിച്ചത്. അതാരാ? നീ പലതവണയായിട്ട് പറയുന്നു. ഡോക്ടറും നേഴ്സും ഒന്നുമല്ല. പിന്നെ ആ ഫാമിലിയിലെ ആരെങ്കിലും ആണോ നീ സ്നേഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കെവിൻ ആകെ ഷോക്കാകുന്നു. എന്നാൽ കെവിൻ ആണെങ്കിൽ തുറന്നു പറയുന്നുമില്ല. എന്തായാലും അധികം താമസിക്കാതെ ദേവി പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് വീണ്ടും ചന്ദ്രോത്ത് വീട്ടിലേക്ക് ചെല്ലും. ഭാർഗവി ആൻറ്റിയുടെയും മുരളിയുടെയും ഗിരീഷിൻ്റെയൊക്കെ ആ ഒരു ഇടപെടലും സത്യങ്ങളെല്ലാം നന്ദൻ തുറന്നു പറഞ്ഞുകൊണ്ട് ദേവിക്ക് ഇപ്പോൾ പഴയ പോലെ നന്ദനോട് വിരോധമൊന്നുമില്ല, സഹതാപം മാത്രമാണുള്ളത്. അപ്പോൾ ആ ഒരു പേരിനൊക്കെ പ്രശ്നമൊക്കെ മാറ്റിവെച്ച് ദേവിക തിരികെ ചെല്ലുമെങ്കിലും നിയമത്തിൻ്റെ മാർഗത്തിൽ പോകാൻ പറഞ്ഞ് നന്ദനെ പ്രഷർ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. എന്നാൽ നന്ദനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനായിരിക്കും അമ്മയും അച്ഛനും എന്ന നിലയ്ക്ക് സിദ്ധാർത്ഥനും പ്രഭാവതിയും നോക്കുന്നത്. അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. ഇനി ദേവിക ഇങ്ങനെയൊക്കെ നിയമത്തിൻ്റെ വഴി പോകുന്നത് കണ്ടിട്ട് സിദ്ധാർത്ഥൻ സാറിനും ദേവികയോട് പിണക്കം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരിക്കാം.